ആഫ്രിക്കൻ രാജ്യങ്ങൾ പൊതുവെ കലാപകലുഷിതമാണ്. നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതിഭീകരമായിട്ടുള്ള ഖനികളുണ്ട്, അതിഭീകരമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം യൂറോപ്പും അമേരിക്കയും ചൈനയും എല്ലാം ചേർന്ന് പ്ലണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആഫ്രിക്കക്കാരന്റെ ആ ഒരു ശക്തി മനസ്സിലാക്കിയാൽ ഇവർക്ക് അതൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യ റിസർവ് മേടിക്കുന്ന ഗോൾഡുകളെല്ലാം തന്നെ സുഡാനിൽ നിന്ന് നേരെ UAE-യിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഗോൾഡ് മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുഡാനിൽ ഈ ഗോൾഡ് അവർക്ക് തന്നെ എടുത്ത് സംസ്കരിച്ച് അവർക്ക് UAE-ക്ക് കൊടുക്കാതെ അവർക്ക് ഒരു ഡെവലപ്ഡ് നേഷൻ ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകാനായി അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിരന്തരം സുഡാനിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക, അവിടെ ബോംബിടുക, അവിടെ രാഷ്ട്രീയ ഒരു അസ്ഥിരത സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് അമേരിക്കയുടെ പണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നൈജീരിയയിൽ രക്തപ്പുഴ ഒഴുകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 30 പേരാണ് ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേരുടെ കഴുത്തറുത്തു, വീടുകൾക്ക് തീയിട്ട ആൾക്കാരെ ചുട്ടുകൊന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നൈജീരിയ ഭീകരാക്രമണം എന്നാണ് ഈ റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമാണ് ഈ നൈജീരിയ. ഇവിടെ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരെയാണ് വീണ്ടും തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വടക്കൻ നൈജീരിയയിലെ നൈജർ സ്റ്റേറ്റിലെ ബോർഗു പ്രദേശത്ത് 3 വ്യത്യസ്ത ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തി ബൈക്കുകളിലെത്തിയ തോക്കുധാരികൾ ക്രൂരതയുടെ എല്ലാ പരിധികളും ലംഘിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആക്രമണത്തിൽ ഇതുവരെ 30-ലധികം പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം നിരവധി പേരുടെ കഴുത്തറുത്തതായ ഭയാനകരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 14 രാവിലെ ബൈക്കുകളിൽ എത്തിയ തോക്കുധാരികൾ ആധുനിക ആയുധങ്ങളുമായി ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പറയുന്നു. തുങ്ക മാക്കേരിയ ഗ്രാമത്തിലാണ് ആക്രമണം ആരംഭിച്ചത്. അവിടെ ആക്രമണികൾ വീടിന് തീയിട്ടു. കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി. ഇതിനുശേഷം കൊങ്കാസോ ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. പുലർച്ചെ ആരംഭിച്ച വിവേചനരഹിതമായിട്ടുള്ള വെടിവെപ്പിൽ 26 പേർ കൊല്ലപ്പെട്ടു. തീവ്രവാദികൾ ഇവിടെ ഒരു പോലീസ് പോസ്റ്റ് തകർത്തു. സ്രോതസ്സുകൾ പ്രകാരം ആക്രമണം നടന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായിരുന്നു. അതിനാൽ തീവ്രവാദികൾ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ തങ്ങളുടെ ഭീകരത അഴിച്ചുപിടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതുവരെ 30-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് ശ്രദ്ധേയമാണ്. കൂടുതൽ ആൾക്കാരെ ഇനിയും കാണാതാകുന്നതിനാൽ ഈ സംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്കയുണ്ട്. ഭീകരർ മോചനദ്രവ്യം ആവശ്യപ്പെടാൻ ഡസൻ കണക്കിന് ഗ്രാമീണരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. നിരവധി വീടുകളും സർക്കാർ സ്വത്തുക്കളും അഗ്നിക്കിരയാക്കി ചാരമാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നൈജീരിയയിലെ ഈ പ്രദേശങ്ങളിൽ ISIL-ലുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളും പ്രാദേശിക സായുധ സംഘങ്ങളും കുറച്ചു കാലമായി വ്യാപകമാണ്. മോചനദ്രവ്യം തേടിയാണ് ഈ സംഘങ്ങൾ പ്രധാനമായും തട്ടിക്കൊണ്ടുപോകലും കവർച്ചയും നടത്തുന്നത്. പോലീസും സുരക്ഷാ ഏജൻസികളും നിലവിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് നൈജർ സംസ്ഥാന പോലീസ് വക്താവ് വാസിയു അബിഡോയുൻ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.